മുടി വളരെ കുറവാണ്. ഓയം തോന്നിക്കണം, ഇങ്ങനെ പതിഞ്ഞിരിക്കരുത്. നമ്മളിത് ഒരിക്കലും വോളിമൈസിങ് അല്ലെങ്കിൽ ഓയിലിന് വേണ്ടി ചെയ്യുന്ന ട്രീറ്റ്മെന്റ്. മുടി വളരെ കുറവാണ് മാം. ഇപ്പൊ ഈ ഡ്രൈനസ് കൊണ്ടാണ് ഇത്രയും പഫ്നെസ് ഫീൽ ചെയ്യണം. മുടി വളരെ കുറവാണ്, വളരെ കുറച്ചേ ഉള്ളൂ. ഈ ഒരു ഡ്രൈനസ് കൊണ്ടാണ് ഈ പഫ്നെസ് ഫീൽ ചെയ്യണം. അപ്പൊ വീണ്ടും നമ്മൾ ചെയ്യുന്ന ഒരു നറിഷ്മെന്റ് കൊണ്ടുവരുന്ന സമയത്ത് ഹെയർ കുറച്ച് സോഫ്റ്റ് ആവും, കുറച്ച് വോളിയം കുറയും. ഡാമേജ് ഉണ്ട്. ഡ്രൈനസ് ഉദ്ദേശിക്കുന്നത് അത് ബിസിനസ് പൊട്ടല് എല്ലാം ഉണ്ട്. അപ്പൊ അതൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രീറ്റ്മെന്റിലോട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോ ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യാൻ പറ്റും? അത് ഒരു സ്ട്രൈറ്റ് ലുക്കിൽ ചെയ്യാമോ? ഈ ഹെയറിന്റെ കണ്ടീഷൻ വെച്ചിട്ട് ഇത് ലാസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഇതിപ്പം ഡൈക്കോട്ടോടോ അല്ലേ, ലാസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു സ്ട്രൈറ്റ് ലുക്ക് ആയിരിക്കും ബെറ്റർ. പക്ഷെ ഇത്രയും ലെങ്ത് കൊടുത്താൽ ഇത്രയും ഭംഗി ഉണ്ടാകത്തില്ല. കുറച്ചൊന്ന് ലെങ്ത് റെഡ്യൂസ് ചെയ്യണം. ഇത്രയും ലെങ്ത് കളയാം. ഇത്രയും കളഞ്ഞിട്ട് നമുക്ക് സ്ട്രൈറ്റ് ലുക്കിലോട്ട് ചെയ്യാം. നമുക്ക് ലാസ്റ്റ് ചെയ്യും. എന്തായാലും കളർ കോട്ടിങ് എല്ലാം ചെയ്യുന്നില്ലേ. അന്ന് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഏത് ടെക്സ്ചർ സ്ട്രൈറ്റ് ലുക്കാണോ ചെയ്തത്? സ്റ്റാർട്ട് ചെയ്തോ നമുക്ക്. എങ്ങനെയുണ്ട് ഹെയർ ബോട്ടോക്സ് ചെയ്തിട്ട്? ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഒരു മാതിരി ഇരിക്കുമെന്നാണ് വിചാരിച്ചത്. കുഴപ്പമില്ല. ഓവറായിട്ട് ഫ്ലാറ്റ് ലുക്ക് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. സ്ട്രൈറ്റ് ലുക്ക് ആണ് ചെയ്തത്. എന്നാലും സ്കാൽപ്പിന്റെ അവിടെ ഒന്നും വലിയ അല്ല, എനിക്ക് ഹാപ്പിയായി. പിന്നെ ആ കുട്ടീന്റെ സർവീസ് സൂപ്പർ. സർവീസ് ഇഷ്ടമായി. അത് പറയാതിരിക്കാൻ നിർത്തിയില്ല. ഇതില് കവർ ചെയ്തിട്ടില്ല ഗ്രേ ഹെയർ. പിന്നീട് സമയം പോലെ കവർ ചെയ്യണം. ടൈം ഇല്ലാത്തതുകൊണ്ടാണ് പോകുന്നത്. എന്തായാലും സർവീസ് ഒക്കെ ഓക്കെയാണ്. ഇവിടെ വന്നത് ആറ്റിങ്ങിൽ നിന്ന്. റീൽസ് തന്നെയാണ് വന്നത്. വരണം, റീൽസ് വരണം.